ഞാൻ അള്ളാന്റെ ഫദ്ല് കൊണ്ട് ബഹുമാനമുള്ള സമസ്ത മുസാവറയിൽ എന്നെ ചേർക്കപ്പെട്ടത് 1965-ലാണ്. 65-ൽ എനിക്ക് 30 വയസ്സേ ഉള്ളൂ. ആ കാലഘട്ടം കഴിഞ്ഞിട്ട് ഒരു 6-7 കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മളെ ബഹുമാനമുള്ള AP ഉസ്താദ് അവറുകൾ സമസ്തയിൽ വന്നു. അത് 72-ലാണ്. വന്നതിന്റെ ശേഷം നോക്കുമ്പോൾ സമസ്തക്ക് എന്തോ ഒരു വ്യത്യാസം. AP ഉസ്താദിന്റെ പറച്ചലും AP ഉസ്താദിന്റെ നയങ്ങളും AP ഉസ്താദിന്റെ സ്വഭാവങ്ങളും എല്ലാവർക്കും കേട്ടിട്ട് അധികം വയസ്സുള്ളവരാണ്. ഞാൻ മാത്രമേ വയസ്സ് ചെറിയവനുണ്ടായിരുന്നുള്ളൂ. അറിഞ്ഞില്ലേ? എന്തെന്നില്ലാത്ത സന്തോഷമാണ്. എന്ന് മാത്രമല്ല, ആ സന്തോഷത്തിന്റെ ഇടയിൽ കാസർഗോഡ് ഓർവന്നെന്ന് തോന്നുന്നു. അൽഹംദുലില്ലാ, ഒരാളെ വിഷയം പറയുമ്പോക്ക് ആള് എത്തിയാൽ പായ ഉമ്മാമാര് പറയലുണ്ട്, ആയുസ് നല്ലോണം ഉണ്ട്. അല്ലാഹു തആല ആയുസിനെ നീട്ടിക്കൊടുക്കട്ടെ, ആഫിയത്തിനെ ഏറ്റിക്കൊടുക്കട്ടെ, ഹിക്മത്തിനെ വല്ലാണ്ട് ചൊരിഞ്ഞു കൊടുക്കട്ടെ. മേലായ റബ്ബിന്റെ മഹളായ ഫദ്ല് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ. قولوا تكبير قولوا تكبير قولوا تكبير قولوا تكبير. നമ്മളെ ബഹുമാനമുള്ള EK അസം മൊയ്ലിയാരോടും എൻ്റെ ഉസ്താദാണ്, മഹാനായ AP ഉസ്താദ് അവറുകളോടും ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞാൽ ഒരു 10-80ഓളം മുദരിസന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരണം, തർക്കശാസ്ത്രത്തെ സംബന്ധിച്ച് ക്ലാസ് എടുത്ത് തരണം. അങ്ങനെ 15 ദിവസം മഹാനായ EK അസം മൊയ്ലിയാരും മഹാനായ നമ്മളെ ബഹുമാനമുള്ള AP ഉസ്താദ് അവറുകൾ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നു. അത് എന്തെന്നില്ലാത്ത വലിയ സന്തോഷമായി പോയി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് അനാഥ മക്കളെ സംരക്ഷിക്കുന്ന ആളും ഒരുപാട് പള്ളികൾ ഉണ്ടാക്കിയതും എന്നുവേണ്ട എന്തെന്നില്ലാത്ത നല്ല സ്വഭാവം കാണിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ കാര്യങ്ങളെ ശരിക്ക് തുറന്നു കൊടുക്കുന്ന ആളാണ്. അതിൽപ്പെട്ടതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവെച്ച, നമ്മൾ നിർണയിച്ചു വെച്ച ആ വലിയ പരിപാടിയും അതും ബഹുമാനമുള്ള AP ഉസ്താദിന്റെ വകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേരള മുസ്ലിം എന്ന് മാത്രമല്ല ലോകത്ത് എവിടെയും മഹാനായ AP ഉസ്താദിനെ പറഞ്ഞാൽ അറിയാത്തവരില്ല, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ബഹുമാനമുള്ളവർക്ക് നല്ലോണം ദുആ ചെയ്യണം. ഏത് ഭാഗത്തുനിന്ന് എന്ത് ഷർറ് വരുന്നുണ്ടെങ്കിലും അള്ളാഹു കാക്കണേ എന്ന് മേലാ റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ എന്തൊരു കാര്യങ്ങൾ പറഞ്ഞിരുന്നാൽ അത് മുഴുവനും അംഗീകരിക്കണം. അംഗീകരിച്ചാൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് എന്ത് ചെയ്യും? അതിന് സാക്ഷി നിൽക്കും. ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ. ബഹുമാനമുള്ളവർ നമ്മളോട് കൽപ്പിച്ചതനുസരിച്ച് നമ്മൾ ഏതൊരു നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നവരെന്ന് മാത്രമല്ല ആ കണ്ടതിനെ മേലാ റബ്ബിന്റെ ദർബാറിൽ സാക്ഷി നിൽക്കുന്നതുമാണ്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ആ ബഹുമാനമുള്ള കാര്യങ്ങളെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി